ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേന്ദ്രൻ. ഞാനിന്നിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച്, ഫോർട്ട് കൊച്ചി. അപ്പോൾ ഇത് അതിപുരാതനമായ ഈ പള്ളിയെപ്പറ്റി അറിയാൻ ഇത് സഹായിക്കും എന്ന് കരുതുന്നു. അതിൻ്റെ കൂടെ തന്നെ ഡച്ച് സിമിട്രീനെ പറ്റിയും വാസ്കോ ഹൗസിനെ പറ്റിയും പറയാം. ഇതെല്ലാം അടുത്തടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഈ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് ഇന്ത്യയിലെ ആദ്യത്തെ പാശ്ചാത്യ ക്രിസ്ത്യൻ പള്ളിയാണ്. ഇത് സ്ഥാപിച്ചത് 1500-ൽ പോർച്ചുഗീസുകാരുടെ കൂടെ വന്ന പാതിരിമാരാണ് ഈ പള്ളി സ്ഥാപിച്ചത്. അന്ന് ഇത് മരം കൊണ്ടൊക്കെ നിർമ്മിച്ച ഒരു പള്ളിയായിരുന്നു. പിന്നീട് 1516-ൽ ഈ പള്ളി കല്ലും ഇഷ്ടിയും ഓടുമൊക്കെ ചേർത്ത് നല്ലപോലെ പുതുക്കിപ്പണിത്. 1663-ൽ ഈ കൊച്ചിയുടെ ഭരണം ഡച്ചുകാർ പിടിച്ചടക്കി. അങ്ങനെ ഈ പള്ളിയുടെ ഭരണവും ഡച്ചുകാരുടെ കയ്യിലായി. 1795-ൽ ഈ കൊച്ചിയുടെ ഭരണം ബ്രിട്ടീഷുകാരുടെ കയ്യിൽ വന്നു. പക്ഷേ എങ്കിലും പള്ളി ഡച്ചുകാരുടെ കയ്യിൽ തന്നെയായിരുന്നു. അപ്പോൾ 3 സാമ്രാജ്യങ്ങൾ ഈ പള്ളി അവർ 3 സാമ്രാജ്യങ്ങളുടെ കയ്യിലായിരുന്ന ഒരു കാലങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്. അങ്ങനെ ഇരിക്കുകയാണ് 1498-ൽ വാസ്കോ ഡി ഗാമ കോഴിക്കോടെത്തി. കോഴിക്കോട് നിന്ന് അദ്ദേഹം കൊച്ചിയിലെത്തുന്നത് 1502-ലാണ്. അത് കഴിഞ്ഞിട്ട് പുള്ളി മൊത്തം 3 പ്രാവശ്യം കേരളം സന്ദർശിച്ചിട്ടുണ്ട്. പോർച്ചുഗലിൽ നിന്ന് കേരളത്തിലെത്തിയിട്ടുണ്ട്. അങ്ങനെ അവസാനം 1524-ൽ അദ്ദേഹം കേരളത്തിൽ വെച്ച് മരിക്കുകയാണ്. മരിച്ചു കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ ബോഡി സംസ്കരിച്ചത് ഈ പള്ളിയുടെ അകത്താണ്. അപ്പോൾ 1538-ൽ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മകൻ കൊച്ചിയിൽ വരികയും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പോർച്ചുഗലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. എന്നിട്ട് അവിടെ കുറേ കൂടെ നല്ല രീതിയിൽ സംസ്കരിച്ചു എന്നാണ് ഒരു ചരിത്രം. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ടുള്ള എൻട്രിയൊക്കെ ഫ്രീയാണ്. ഇന്ന് സാമാന്യം തിരക്കുള്ള ദിവസമാണ്. അപ്പം ഇതിൽ നമ്മൾ ഈ തൂങ്ങിക്കിടക്കുന്നതായിട്ട് കാണുന്നത് വലിപങ്ക, അന്നത്തെ പാനാണ് ആ കാണുന്നത്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ചിട്ടാണ് ഈ മുറിയിൽ മൊത്തം കാറ്റ് കിട്ടിക്കൊണ്ടിരുന്നത്. 2 സൈഡിലും ഈ വലിയ പങ്ക ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പം മുകളിൽ കാണുന്ന ഫാനൊക്കെ പിന്നെ ഇട്ടതാണ്. അപ്പോൾ അന്നക്കാലത്ത് ഇതായിരുന്നു ഈ ആളിൽ കാറ്റ് കിട്ടാനുണ്ടായിരുന്ന ഒരു മാർഗം. ഈ പള്ളി പരിസരത്തിന് വാസ്കോ ഡ ഗാമ സ്ക്വയർ എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാസ്കോ ഹൗസ്, ഇവിടെയാണ് വാസ്കോ ഡ ഗാമ താമസിച്ചിരുന്നത്. നമ്മൾക്ക് അറിയാവുന്നത് ഇത് ബിഗ് ബി പടത്തിൽ മമ്മൂട്ടിയുടെ വീടായിട്ട് ആണ് ആ പടത്തിൽ കാണുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് ഇതിനടുത്ത് തന്നെയായിട്ട് ഡച്ച് സിമിറ്റേരി ഉണ്ട്. അപ്പോൾ അത് ഈ പറഞ്ഞ കാലയളവിൽ ഉണ്ടാക്കപ്പെട്ട ഡച്ചുകാരുടെ ഒരു സിമിത്തേരിയാണ്. അപ്പോൾ അതിൽ ഡച്ചുകാരുടെ തരം നിർമ്മിതികളാണ് അവിടുത്തെ ശവകുടീരങ്ങൾക്കൊക്കെ. അവിടെ ഒരു 100-ലധികം ശവകുടീരങ്ങൾ ഇപ്പോഴും ഉണ്ട്. അതിപ്പോഴും
ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ നല്ല രീതിയിൽ അത് സൂക്ഷിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വാസ്കോഡ ഗാമ സ്ക്വയറിലുള്ള സ്ഥലങ്ങളെപ്പറ്റി പറയാനുള്ളത്. ഇനി നാളെ നമുക്ക് മട്ടാഞ്ചേരി കൊട്ടാരത്തിനെ പറ്റി പറയാം. അപ്പോൾ ഈ വീഡിയോ ഒന്നിട്ട് കാണുക, കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.